നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ ബേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നാളെ 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. 30 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത സ്റ്റേജ് ഉള്ളവർക്കും ഇത് കാണാം. ഇനി മാത്രമല്ല VFA എക്സാമിനുള്ളവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യവും ഉത്തരവും ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ അതിനനുസരിച്ച് ചോദ്യവും ഉത്തരവും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 16ാം കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ചത് എന്നാണ്? 16ാം കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ചത് എന്നാണ്? 2026 മെയ് 21. 2026 മെയ് 21. 2026 മെയ് 21 16ാം കേരള നിയമസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരനായിരുന്നു. പ്രോട്ടേം സ്പീക്കർ ആരാണ്? ജി സുധാകരൻ. 16ാം കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ 16ാം കേരള നിയമസഭ ആദ്യമായിട്ട് സമ്മേളിച്ചതെന്നാണ്? 2026 മെയ് 21. 2026 മെയ് 21. അടുത്തത് 2005-2026 സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ ടീം ഏതാണ്? 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ ടീം ഏതാണ്? സർവീസസ് ആണ്. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ടീം ചാമ്പ്യന്മാരായത്. റണ്ണറപ്പ് ആരായിരുന്നു? ഏത് ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? കേരളത്തിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2005-2026 സീസണിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ ടീം ഏതായിരുന്നു? സർവീസസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2026 IPL നിന്നും ഏത് രാജ്യത്തെ താരങ്ങളെയാണ് ഒഴിവാക്കിയത്? 2026 IPL നിന്നും ഏത് രാജ്യത്തെ താരങ്ങളെയാണ് ഒഴിവാക്കിയത്? ഏത് രാജ്യത്തെയാണ്? ബംഗ്ലാദേശിലെ താരങ്ങളെയാണ് 2026 IPL നിന്നും ഒഴിവാക്കിയത്. 2026 IPL നിന്നും ബംഗ്ലാദേശിലെ താരങ്ങളെയാണ് ഒഴിവാക്കിയത്. അടുത്തത് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ബാക്കുവിലാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി. എവിടെയാണ്? ബാക്കു. അത് ഏത് അസർബൈജാനിലെ സ്ഥലമാണ്? ബാക്കു എവിടെയാണ്? അസർബൈജാനിലാണ്. അസർബൈജാൻ. അഞ്ചാമത്തെ ചോദ്യം, 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ്. എവിടെയാണ്? അമേരിക്കയാണ് 2026 G20 ഉച്ചകോടി. 2026 G20 എവിടെയാണ്? അമേരിക്കയാണ്. അപ്പോൾ 2025 എവിടെയായിരുന്നു? 2025 എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നത്. 2025 ദക്ഷിണാഫ്രിക്ക, 2024 ബ്രസീലിലായിരുന്നു. എന്നാണ് നമ്മുടെ 16ാം കേരള നിയമസഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്? 2026 മെയ് 21. 2026 മെയ് 21. അന്ന് പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരൻ. 2025-26 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ഏത് ടീമായിരുന്നു? സർവീസസ്. ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? കേരളത്തിനാണ് പരാജയപ്പെടുത്തിയത്. ആറാമത്തെ, നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 100 ആണ്. 100 റംസാർ സൈറ്റുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 100. 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. എന്താണ് 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ്? ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. അടുത്തത്, ഏത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദിയാവുന്നതിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്? ഏത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദിയാവുന്നതിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്? ഏതാണ്? 2028 നടക്കാൻ പോകുന്ന COP33 വേദിയാവുന്നതിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്. ഏതാണ്? 2028 നടക്കാൻ പോകുന്ന COP33. അടുത്തത്, എത്രാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിക്കുന്നത്? എത്രാമത് ദാദാ സാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിക്കുന്നത്?
എത്രാമത്തെയാണ്? 55ാമത്തെ ദാദാ സാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. ഏത് വർഷത്തെ ആയിരുന്നു? 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. എത്രാമത്തെയാണ്? 55. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2 മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളൂ. 1 അടൂർ ഗോപാലകൃഷ്ണനും 2 മോഹൻലാലിനുമാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. അടുത്തത് ഹീമോഫീലിയ, തലസിമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. ഏതൊക്കെയാണ് രോഗങ്ങൾ? ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? ആശാധാര. എന്താണ് പദ്ധതിയുടെ പേര്? ആശാധാര. പേരെന്താണ്? ആശാധാര. ആശാധാര എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ആശാധാര എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ഹീമോഫീലിയ, തലസിമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. പറയുമ്പോൾ അതെല്ലാം മനസ്സിലോട്ട് വരുന്നില്ലേ? ഏതൊക്കെയാണ് അസുഖങ്ങൾ? ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. പേരെന്താണ്? ആശാധാര. ആശാധാര. ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ 3 രോഗങ്ങളും ജനിതക രോഗങ്ങളാണ്. അപ്പോൾ ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എന്താണ്? ആശാധാരയാണ്. ഓക്കെ അല്ലേ? അടുത്തത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? A.K. ബാലസുബ്രഹ്മണ്യൻ. A.K. ബാലസുബ്രഹ്മണ്യൻ. A.K. ബാലസുബ്രഹ്മണ്യൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായ മലയാളിയാണ്. എന്താണ്? A.K. ബാലസുബ്രഹ്മണ്യനാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായ മലയാളി. 12ാമത്തെ ചോദ്യം, നിലവിൽ ഇന്ത്യയുടെ CAG ആരാണ്? നിലവിൽ ഇന്ത്യയുടെ CAG ആരാണ്? ആരാണ് നിലവിലെ ഇന്ത്യയിലെ CAG? കെ സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തി. അദ്ദേഹം ആരാണ്? നിലവിലെ ഇന്ത്യയുടെ CAG ആണ് കെ സഞ്ജയ് മൂർത്തി. അപ്പോൾ ബാലസുബ്രഹ്മണ്യൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി. കെ സഞ്ജയ് മൂർത്തി ആരാണ്? ഇന്ത്യയുടെ CAG. നിലവിലെ ഇന്ത്യയുടെ CAG ആണ് കെ സഞ്ജയ് മൂർത്തി. അടുത്തത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി എന്താണ്? ശലഭം പദ്ധതി എന്തിനാണ്? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം. എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേരെന്താണ്? ശലഭം പദ്ധതി. അടുത്തത് ചൂഷണത്തിനിരയായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകേണ്ടി വരികയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതി. ചൂഷണത്തിനിരയായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകേണ്ടി വരികയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം. എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസ്പർശം പദ്ധതി എന്തിനാണ്? ചൂഷണത്തിനിരയായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകേണ്ടി വരികയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ്? സ്നേഹസ്പർശം. അടുത്തത് വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ്. ആരാണ്? വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാനാണ് കെ സോമപ്രസാദ്. പേരെന്താണ്? കെ സോമപ്രസാദ്.
അടുത്തത് ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി. ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയുടെ പേരെന്താണ്? തഹ്സീൻ മുഹമ്മദ്. ഖത്തർ ടീമിലാണ് ഇദ്ദേഹം ഇടം നേടിയത്. തലശ്ശേരി സ്വദേശിയാണ്. തഹ്സീൻ മുഹമ്മദ് ഏത് സ്വദേശിയാണ്? തലശ്ശേരി സ്വദേശിയാണ്. ഖത്തർ ടീമിലാണ് ഇടം നേടിയത്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് തഹ്സീൻ മുഹമ്മദ്. അടുത്തത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹരായവരാരെല്ലാം? അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? PT ഉഷയും അഞ്ജു ബോബി ജോർജും. ആരൊക്കെയാണ്? PT ഉഷയും അഞ്ജു ബോബി ജോർജുമാണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹരായവർ. അപ്പോൾ നിലവിലെ CAGയുടെ പേരെന്താണ്? നിലവിലെ CAG ആരാണ്? നിലവിലെ CAG ആരാണ്? K സഞ്ജയ് മൂർത്തിയാണല്ലേ. അടുത്തത് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യവും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. എന്താണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. അടുത്തത് 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം. 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിൽ, എവിടെയാണ്? വടക്കൻ സിക്കിമിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലെ മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ ആ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു എവിടെയാണ്? വടക്കൻ സിക്കിമിലാണെന്ന് ഓർത്തോ. എവിടെയാണ്? വടക്കൻ സിക്കിം, മണ്ണിടിച്ചിൽ, വിനോദസഞ്ചാരികൾ. എന്താണ്? ഓപ്പറേഷൻ ഹിമസേതു. ഓക്കെ അല്ലേ? അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകം നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകം എവിടെയാണ് നിലവിൽ വന്നത്? ഗാൽവാൻ വാലി, ലഡാക്ക്. ലഡാക്കിലെ ഗാൽവാൻ വാലിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകം നിലവിൽ വന്നത്. എവിടെയാണ്? ലഡാക്കിലെ ഗാൽവാൻ വാലിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകം നിലവിൽ വന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. അടുത്തത് ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനുമുള്ള നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരുടെയാണ്? ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനുമുള്ള നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ആശാ മേനോൻ. ജസ്റ്റിസ് ആശാ മേനോൻ. ജസ്റ്റിസ് ആശാ മേനോൻ. എന്തിനായിരുന്നു? ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കാനും തുല്യ അവസരം ഉറപ്പുവരുത്താനുമുള്ള നയരൂപീകരണത്തിന് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ആശാ മേനോൻ. അടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച വനിതാ ഉദ്യോഗസ്ഥർ ആരെല്ലാം? ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? പഠിച്ചോ. കേണൽ സോഫിയ ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷി. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് രാജ്യത്തോട്
വിശദീകരിച്ച വനിതാ ഉദ്യോഗസ്ഥർ. അടുത്തത് 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയെ മറികടന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാരികളായി മാറിയ രാജ്യം. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയെ മറികടന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയാണ്. ഏത് രാജ്യത്തെയാണ് മറികടന്നത്? അമേരിക്കയെ മറികടന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് ചൈന മാറിയത്. 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത US നഗരം. 2026 ഏപ്രിലിൽ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത US നഗരം ഏതാണ്? സിയാറ്റിൽ. വാഷിങ്ടണിലെ സിയാറ്റിലാണ് 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അടുത്തത് ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല. 3 ജില്ലകളെ ഗോവയിലുള്ളൂ. അപ്പോൾ ഗോവയിൽ പുതിയതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ലയുടെ പേരെന്താണ്? കുശാവതി. അതൊരു നദിയുടെ പേരാണ്. കുശാവതിയാണ് ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല. അടുത്തത് 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ 100 ആണെന്ന്. അപ്പോൾ അതും ഇതുമായിട്ട് ഓർത്ത് വെച്ചോ. നിലവിൽ ഇന്ത്യയിൽ 100 റംസാർ സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ 100 കാർഷിക ജില്ലകളുണ്ട്. അപ്പോൾ 100 ഓക്കെ അല്ലേ? എത്ര ജില്ലകളാണ്? 100 കാർഷിക ജില്ലകളാണ് ഉള്ളത്. അടുത്തത് കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4-നാണ് കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? ജനുവരി 4. പ്രത്യേകത എന്താണ്? കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമാണ് ജനുവരി 4. അടുത്തത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ സൈനിക ഓപ്പറേഷൻ ഏത് രാജ്യത്തെയാണ്? വെനസ്വേലൻ പ്രസിഡന്റ് പേരെന്താണ്? നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടത്തിയത്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് 2026 ജനുവരിയിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടത്തിയത്? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായിട്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ സൈനിക ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വന്യജീവികളുടെ സംരക്ഷണാർത്ഥം റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. വന്യജീവികളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വരുന്ന എക്സാമിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഒരു ചോദ്യം, 1-2 ചോദ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. G20 ഉച്ചകോടികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വേദികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ അവാർഡുകൾ. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കി പോകുക. നമ്മൾ പഠിച്ചത് തന്നെ നമുക്ക് ചോദ്യപേപ്പറിൽ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക്